പ്രോബ്ലംസിന്റെ ബാലൻസ് ആണ് ഇന്നിനി ചെയ്യാൻ പോകുന്നത് കേട്ടോ. ബാക്കി പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. തുടങ്ങല്ലേ? യെസ്. അപ്പൊ ലോഗ് ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഇന്ന് ചെയ്തത്. അതുപോലത്തെ വേറെ വെറൈറ്റീസ് ഓഫ് പ്രോബ്ലം, വെറൈറ്റി ഒന്നുമില്ല, കുറച്ച് നല്ല നല്ല ചോദ്യങ്ങളാണ്. e raised to x minus 1 whole square. If e raised to x minus y equal to x raised to y, then prove that y equal to log x divided by log ex in the whole square. ഇതാണ് ക്വസ്റ്റ്യൻ, ഇതാണ് ചോദ്യം അല്ലെ. അതായത് സോറി y dash ആണ് കേട്ടോ, y dash equal to. അപ്പൊ നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? y dash equal to log x divided by log ex in the whole square എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഈ ക്വസ്റ്റ്യൻ 2-3 പേപ്പറിൽ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. 2-3 പേപ്പറുകളിൽ ഈ ക്വസ്റ്റ്യൻ സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, പല രീതിയിൽ ചോദിക്കുന്നുണ്ട്. അത് ഞാൻ പ്രോബ്ലം ചെയ്ത് വരുമ്പോൾ ഞാൻ പറയാം ഏതൊക്കെ രീതികളിലാണ് ചോദിക്കുന്നത് എന്നുള്ളത് ഞാൻ പറയാം. അപ്പോ നമുക്ക് ഇതായിട്ടാണ് പ്രൂവ് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് പ്രൂവ് ചെയ്യേണ്ടത്. ശ്രദ്ധിക്കണം കേട്ടോ, കുറച്ച് ഒരു ലേശം ട്വിസ്റ്റ് ഉണ്ട്, ശ്രദ്ധിക്കണം. അപ്പൊ നമുക്ക് എന്താണ് തന്നിട്ടുള്ളത്? e raised to x minus y equal to x raised to y. ഇത് തന്നിട്ടുണ്ട് അല്ലെ. e raised to x minus y equal to x raised to y ഇത്രയും തന്നിട്ടുണ്ട്. അതില് എക്സും അതായത് ഇവിടെ ഇയുടെ പവറില് എക്സ് മൈനസ് വൈ, ഇവിടെ ഇപ്പുറത്ത് എന്താ എക്സിന്റെ പവറില് വൈ ആണ്. വൈ എന്ന് പറഞ്ഞാൽ എക്സിന്റെ ഫംഗ്ഷൻ ആണ് അല്ലെ. വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിന്റെ ഒരു ഫംഗ്ഷൻ ആണ്. അപ്പോ ബേസിലും എക്സ് ആണ്, മുകളിലും പവറിലും എക്സിന്റെ ഒരു ഫംഗ്ഷൻ ആണ്. അപ്പൊ മുകളിലും താഴെയും ഒരു ഫംഗ്ഷൻ വരികയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഡയറക്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആരെ വിളിക്കണം? യെസ്, ലോഗിനെ വിളിച്ച് ഇയാളെ ഭൂമിയിലേക്ക് ഇറക്കണം. ആരെ ഭൂമിയിലേക്ക് ഇറക്കണം? ആ പവറിലിരിക്കുന്ന വൈനെ ഒക്കെ പിടിച്ച് ഭൂമിയിലേക്ക് ഇറക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പാകത്തിന് നമുക്ക് ആദ്യം ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പാകത്തുള്ള ഭംഗിയുള്ള സാധനമാണ്. ആ ഭംഗിയുള്ള സാധനമാണെങ്കിൽ ഇവരൊക്കെ ഈ പവറിൽ നിൽക്കുന്നവരൊക്കെ ഭൂമിയിലേക്ക് ഇറക്കുവാണേ. അപ്പൊ ഞാൻ അതിൽ ലോഗിനെ വിളിച്ചു, രണ്ട് ഭാഗത്തും ലോഗിനെ വിളിച്ചു. ലോഗ് അപ്ലൈ ചെയ്യാണ്. ലോഗ് e raised to x minus y equal to log x raised to y. ഓക്കെ, ഇനി അറിയാം എക്സ് മൈനസ് വൈ പവർ കീപ്പിട്ടേക്ക് ഇറങ്ങും അല്ലെ. ലോഗിന്റെ ഉള്ളിലാണോ പവർ കീപ്പിട്ടേക്ക് ഇറങ്ങും. പവർ കീപ്പിട്ടേക്ക് ഇറങ്ങുമ്പോൾ എക്സ് മൈനസ് വൈ താഴത്തേക്ക് ഇറങ്ങി. എക്സ് മൈനസ് വൈ താഴത്തേക്ക് ഇറങ്ങി ഇൻറ്റു ലോഗ് ഇ. ലോഗ് ഇ എത്രയാ മക്കളെ? ലോഗ് ഇ. ലോഗും ഇയും കൂടി ക്യാൻസൽ ആവും പറഞ്ഞില്ലേ? 1 ആണെന്ന് പറഞ്ഞ ഓർമ്മ ഉണ്ടോ? യെസ്, ലോഗ് ഇ 1 ആണ്. കാരണം ഇവിടെ ബേസ് കൊടുത്തിട്ടില്ല. ബേസ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഏതാണ് ബേസ്? യെസ്, ഇ ആണ് ബേസ്. ബേസ് കൊടുത്തിട്ടില്ലെങ്കിൽ അവിടെ ബേസ് ആരാണ്? ഇ ആണ്. ലോഗ് ഇ വിത്ത് ബേസ് ഇ, സെയിം ബേസ് ഉള്ളതിന്റെ വാല്യൂ, ലോഗ് വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. ലോഗ് എ വിത്ത് ബേസ് എ എന്ന് പറയുന്നത് 1 ആണ്. ലോഗ് 2 വിത്ത് ബേസ് 2 എന്ന് പറയുന്നത് 1 ആണ്. ലോഗ് ഇ വിത്ത് ബേസ് ഇ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോ എന്താണ്? എക്സ് മൈനസ് വൈ കീഴ്പെട്ടേക്ക് എഴുതി ലോഗ് ഇ എന്ന് പറയുന്നത് 1 ആണ്. അത് എഴുതേണ്ട കാര്യമില്ല. അത് എഴുതേണ്ട കാര്യമുണ്ടോ? അതെഴുതുന്ന കാര്യമുണ്ടോ? ഇല്ല, അതെഴുതുന്ന കാര്യമില്ല. ഈക്വൽ ടു ഇവിടെ അതുപോലെ ആരെങ്ങനെ വൈ താഴത്തേക്ക് ഇറങ്ങി ലോഗ് എക്സ്, വൈ താഴത്തേക്ക് ഇറങ്ങി ഇൻറ്റു ലോഗ് എക്സ്, വൈ ഇൻറ്റു ലോഗ് എക്സ്, വൈ ഇൻറ്റു ലോഗ് എക്സ്. യെസ്, ഇപ്പോ അപകടങ്ങളൊക്കെ ഒഴിവായി, എല്ലാവരും താഴത്തേക്കൊക്കെ ഇറങ്ങി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഡിഫറൻഷിയേറ്റ് ചെയ്യാം അല്ലെ. നമുക്ക് ഇനി എന്ത് ചെയ്യാം? ഇനി നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം അല്ലേ? അല്ലേ? ആരടാ? അതെ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എക്സിന്റെ ഡെറിവേറ്റീവ് എത്രയാണ് മക്കളെ? എക്സിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇതറിയാത്തവനുണ്ടെങ്കിൽ പൊന്നു മക്കളെ നിങ്ങൾ മറ്റേ പൊതിക്കൂടും കൊണ്ട് ഇറങ്ങിക്കോ. മറ്റേ കപ്പലിൽ നിൽക്കാനാ ചാള പൊതിയാൻ എന്താ ഇറങ്ങിക്കോ. കാരണം ഇതറിഞ്ഞില്ലെങ്കിൽ നമുക്ക് മാത്തമാറ്റിക്സിന്റെ കാര്യത്തിൽ കട്ടപ്പൊഹയാണ്. ഓക്കെ, അപ്പൊ എക്സിന്റെ ഡെറിവേറ്റീവ് 1 മൈനസ് വൈയുടെ ഡെറിവേറ്റീവ് എന്താ? വൈന്റെ ഡെറിവേറ്റീവ് വൈന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് y dash dy by dx ആണ്. അതിനാണ് നമ്മൾ y dash ചെറിയ നൊട്ടേഷൻ യൂസ് ചെയ്യുന്നത്. y dash. അപ്പോൾ ഇവിടെ കഴിഞ്ഞു. ഇനി ഇപ്പുറത്ത് y into log x, അവിടെ എന്ത് അപ്ലൈ ചെയ്യേണ്ടി വരും? y into log x. യെസ്, അവിടെ എന്ത് അപ്ലൈ ചെയ്യേണ്ടി വരും? പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യേണ്ടി വരും. ആ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പൊ ഫസ്റ്റ് ഫംഗ്ഷൻ y ആണ് ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ log x ആണ്.
ഫസ്റ്റ് ഫംഗ്ഷൻ y ആണ്, സെക്കൻഡ് ഫംഗ്ഷൻ ലോഗ് y ആണ്, ലോഗ് x ആണ്. അപ്പൊ തുടങ്ങിക്കോ. ഒന്നാമത്തെ ഡെറിവേറ്റീവ്, അതായത് y-ന്റെ ഡെറിവേറ്റീവ്. യെസ്, y-ന്റെ ഡെറിവേറ്റീവ് എന്താണ്? എല്ലാവരും പറയണോ? y-ന്റെ ഡെറിവേറ്റീവ് എന്താണ്? y ഡാഷ് dy by dx y ഡാഷ് ഇൻറ്റു log x നെ വെറുതെ എഴുതുക, log x നെ വെറുതെ എഴുതുക, log x നെ വെറുതെ എഴുതുക, പ്ലസ് നെക്സ്റ്റ് log x ന്റെ ഡെറിവേറ്റീവ്, രണ്ടാമത്തെ ഡെറിവേറ്റീവ്. യെസ്, log x ന്റെ ഡെറിവേറ്റീവ് 1/x ഇൻറ്റു ആരെ വെറുതെ എഴുതുക, ആരെ വെറുതെ എഴുതുക? യെസ്, y നെ വെറുതെ എഴുതുക. അപ്പൊ സെറ്റായി. ക്ലിയർ ആണ്, ക്ലിയർ ആണ്, സംഭവം സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് y ഡാഷ് ആണ് കാണേണ്ടത്. അപ്പൊ y ഡാഷിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെയാണ് മാറ്റുവാണേ. അപ്പൊ നോക്കുക കേട്ടോ, ഇവിടെയും y ഡാഷ് ഉണ്ട്, ഇവിടെയും y ഡാഷ് ഉണ്ട്, രണ്ട് ടേമിലും y ഡാഷ് ഉണ്ട് അല്ലേ? അല്ലേ? ഓക്കെ. അപ്പൊ ഇത് മൈനസ് ആയതുകൊണ്ട് ഇതിന്റെ പ്ലസ് ആകുന്നത് അപ്പുറത്തേക്ക് പോയാൽ മതി. അല്ലെങ്കിൽ ഇയാൾ ഇപ്പുറത്തേക്ക് വരുമ്പോ രണ്ടും മൈനസ് ആവും. വെറുതെ നെഗറ്റീവിന്റെ ആ കലമ്പ് ഉണ്ടാക്കാൻ നിൽക്കണ്ട. നമുക്ക് ഈ നെഗറ്റീവ് y ഡാഷിന് അപ്പുറത്തേക്ക് കൊണ്ടുപോയി പ്ലസ് ആക്കാം. ഓക്കെ, അതല്ലേ നല്ലത്? ഓക്കെ. അപ്പൊ നെഗറ്റീവ് y ഡാഷ് അപ്പുറത്തേക്ക് പോകുമ്പോ പ്ലസ് y ഡാഷ് ആ. അപ്പൊ y ഡാഷ് ഇൻറ്റു log x പ്ലസ് y ഡാഷ്. ഇവിടെ ഓൾറെഡി y ഡാഷിന്റെ ടേം ഉള്ളത് അവിടെ തന്നെ എഴുതി. y ഡാഷിന്റെ log x ആദ്യം എഴുതുമ്പോ ശരിക്കും ഭംഗി log x ഇൻറ്റു y ഡാഷ് എന്നാണ്. log x ഇൻറ്റു y ഡാഷ്, അതാണ് അതിന്റെ ഒരു ബ്യൂട്ടി. പ്ലസ് y ഡാഷ്. ഇനി ഇപ്പുറത്തുള്ളത് 1 ആണ്. ഇവിടെ ഇതെന്ന് പറഞ്ഞാൽ 1/x ഇൻറ്റു y എന്ന് പറഞ്ഞ സാധനം. 1/x ഇൻറ്റു y ഇതിനെ എങ്ങനെ എഴുതാം നമുക്ക്? y by x, 1 into y by x, y by x. അപ്പൊ ഈ y by x പ്ലസ് y by x ഇപ്പുറത്തേക്ക് വരുമ്പോൾ മൈനസ് y by x, മൈനസ് y by x. നമുക്ക് y ഡാഷ് ആണ് വേണ്ടത്. ഇവിടെ y ഡാഷ് കോമൺ ആണ്. y ഡാഷിനെ പുറത്തേക്ക് വലിച്ചു. y ഡാഷിനെ പുറത്തേക്ക് വലിക്കുമ്പോൾ എന്തായി? ഇവിടെ log x ബാക്കിയുണ്ട്, പ്ലസ് ഇവിടെ y ഡാഷിനെ പുറത്ത് വലിക്കുമ്പോൾ 1 ആണ് ബാക്കി. അല്ലെ? ക്ലിയർ അല്ലേ? യെസ്, ആദ്യത്തെ ടേമിൽ log x ബാക്കിയുണ്ട്, രണ്ടാമത്തെ ടേമിൽ 1 ആണ് ബാക്കിയുള്ളത്. അപ്പൊ നമുക്ക് y ഡാഷ് വേണ്ട, y ഡാഷിന് എന്തില്ലാതെ, y ഡാഷിന് വേണ്ടാത്തത്. അപ്പൊ ഇവിടെ 1 മൈനസ് y ബൈ എക്സ് ഉണ്ട്. അപ്പൊ y ഡാഷ് ഈക്വൽ ടു 1 മൈനസ് y ബൈ എക്സ് ഹോൾ ഡിവൈഡ് ബൈ log x പ്ലസ് 1. ഇങ്ങനെയാണ് വരിക. y ഡാഷ് ഈക്വൽ ടു 1 മൈനസ് y ബൈ എക്സ് ഹോൾ ഡിവൈഡ് ബൈ log x പ്ലസ് 1. ഇതാണ് നമുക്ക് കിട്ടിയ y ഡാഷ്. പക്ഷേ നമുക്ക് കിട്ടേണ്ടിയിരുന്ന y ഡാഷ് എന്താണ് ചോദ്യത്തിൽ ഇവർ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ള y ഡാഷ്? log x ഡിവൈഡഡ് ബൈ log ex ന്റെ ഹോൾ സ്ക്വയർ. ഇതാണ് ഇവർ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. വല്ല ബന്ധമുണ്ടോ? വല്ല ബന്ധമുണ്ടോ? ഇല്ല, ബന്ധങ്ങളൊന്നുമില്ല. അതിനർത്ഥം നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവിടെ y ഇല്ല, ഇതിന്റെ ടേമിൽ y കാണാനില്ല. y കാണാനുണ്ടോ? log x, ഇത് എക്സിന്റെ ടേമിൽ മാത്രം എഴുതിയിരിക്കുന്നത്. നമുക്കാണെങ്കിൽ ഇവിടെ എന്തുണ്ട്? y ഉണ്ട്, y by x വരുന്നുണ്ടോ? y വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ y-നെ ഇല്ലാണ്ടാക്കാൻ നോക്കിയാൽ മതി. അതായത് ആ y by x പകരം എന്തെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. y by x പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ശ്രദ്ധിക്കുക, ഇതുവരെ ഒരു മിനിമം ആവറേജ് എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും. ഒരു മിനിമം ബോധമുള്ളവൻ എന്ത് ചെയ്യാൻ പറ്റും? ഇതുവരെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ആ ഉത്തരത്തിലേക്ക് എത്തിക്കാനാണ് നോക്കേണ്ടത്. ഓക്കെ. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ ലോഗ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഈ ലോഗ് എക്സ്പ്രസ് അവിടെ നിൽക്കട്ടെ, ആവശ്യം വരുമായിരിക്കും, അവിടെ നിൽക്കട്ടെ. ലോഗ് എക്സ്പ്രസ് ഒക്കെ അവിടെ വരുമായിരിക്കും, അവിടെ നിൽക്കട്ടെ. ഇനി ഇവിടെ നോക്കടാ, ഇവിടെ എന്ന് പറഞ്ഞാല് y by x, നമുക്ക് y വേണ്ട, കണ്ടോ? അതിനകത്ത് y ഇല്ല. അപ്പൊ y ആണ് ശരിക്കും പ്രശ്നം. ആ y നെ മാറ്റിയാൽ മതി, അല്ലെങ്കിൽ y by x നെ റീപ്ലേസ് ചെയ്താൽ മതി, അല്ലെ? y by x നെ റീപ്ലേസ് ചെയ്താൽ മതി, അതിനല്ലേ വേണ്ടത്? യെസ്. അപ്പൊ y by x നെ റീപ്ലേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ, നമ്മുടെ ചോദ്യത്തിനെ ഇടിച്ചു വരത്തിട്ടില്ലേ ഇതിനുള്ളില് ഇല്ലേ? ഇതിനുള്ളിൽ ഇക്വേഷൻ നമ്പർ 1 കൊടുക്കണോ? അവിടെയാണ് നിങ്ങൾക്ക് പണിയുള്ളത്. ഇടിച്ച് പരത്തി നല്ല ഭംഗിയായിട്ടിട്ടില്ലേ? ലോഗിനെ വിളിച്ച് ലോഗ് നല്ല ഇടിച്ച് നിരപ്പാക്കിയിട്ടുണ്ട്. അത് ഈ സാധനം ഇതിന്റെ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിച്ചു. ഇതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിച്ചു. ഓക്കെ, ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിച്ചു. ഓക്കെ അല്ലേ? എവിടെ? ആണ്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ നമുക്ക് y by x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ്ടേ? y by x അവിടെ കാണാനുണ്ടോ ആർക്കെങ്കിലും? കാണാനുണ്ടോ? ഉണ്ടാക്കാം. യെസ്, y by x കാണാനില്ല, അപ്പൊ ഉണ്ടാക്കാം. കാണാനില്ലെങ്കിൽ ഉണ്ടാക്കാം. y ഒക്കെ ഉണ്ട് മുകളിൽ, അപ്പൊ ഒരു ബൈ എക്സ് ചെയ്താൽ പോരെ. നമ്മള് രണ്ട് ഭാഗത്തും ഡിവൈഡഡ് ബൈ എക്സ് ചെയ്യാം.
രണ്ട് ഭാഗത്തും എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ത്രൂ ഔട്ട് ഫംഗ്ഷൻ ഈ ഒരു ഇക്വേഷനെ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഈ ഇക്വേഷനെ ഫസ്റ്റ് ഇക്വേഷനെ ത്രൂ ഔട്ട് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇക്വേഷൻ 1 is divided by എക്സ്. ഇക്വേഷൻ 1നെ നമ്മൾ എന്ത് ചെയ്യാണ്? എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. അപ്പൊ നോക്കിക്കോട്ടാ, നോക്കിക്കോ, ഇതില് നോക്കടാ, ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ രണ്ട് ടേമിനെ ഡിവൈഡ് ചെയ്യണം അല്ലെ? അപ്പൊ ഇവിടെ എക്സ് ബൈ എക്സ് അങ്ങനെ വരിക. എക്സ് ബൈ എക്സ് എന്താ വരിക? യെസ്, എക്സ് ബൈ എക്സ് 1 ആ. യെസ്, എക്സ് ബൈ എക്സ് 1 ആ. 1 മൈനസ് ഫുള്ള് വൈ കൊണ്ട് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ y ബൈ എക്സ് അത് അങ്ങനെ തന്നെ വരും. y ബൈ എക്സ് നമുക്ക് ഇതാണല്ലോ വേണ്ടത്. which is equal to ഇവിടെ ഒറ്റ ടേമാ y into log x ആ. അപ്പൊ y ബൈ എക്സ് എഴുതാം. y ബൈ എക്സ് log x. യെസ്, y ബൈ എക്സുകൾ കാണാനില്ലേ അതിന്റെ അകത്ത്? കാണാനില്ലേ? എത്ര ടേമുകളിൽ y ബൈ എക്സ് ഉണ്ട്? നല്ലോണം നോക്കിയേ, എത്ര ടേമുകളിൽ y ബൈ എക്സ് ഉണ്ട് നോക്കിട്ട് പറഞ്ഞടാ. രണ്ട് ടേമില് y ബൈ എക്സ് ഉണ്ട്. രണ്ട് ടേമില് y ബൈ എക്സ് ഉണ്ട്. അപ്പൊ രണ്ട് ടേമുകളിൽ y ബൈ എക്സ്, നമുക്ക് y ബൈ എക്സ് പുറത്തെടുക്കല്ലേ? അപ്പൊ y ബൈ എക്സുകൾ ഒരുമിച്ചാക്കിയിട്ട് നമുക്ക് y ബൈ എക്സിനെ പുറത്തേക്ക് എടുക്കാം. അപ്പോ ഇത് ഇവിടെ നിൽക്കട്ടെ. 1 ഈക്വൽ ടു ഇയാളെ പുറത്ത് പോകുമ്പോൾ y ബൈ എക്സ് log x, ഈ മൈനസ് y ബൈ എക്സ് എന്താവും? പ്ലസ് y ബൈ എക്സ് ആവും. മൈനസ് y ബൈ എക്സ് എന്ന് പറയുന്നത് അപ്പുറത്തേക്ക് പോകുമ്പോൾ പ്ലസ് y ബൈ എക്സ് ആയിരിക്കും. ഓക്കെ, പ്ലസ് y ബൈ എക്സ് ആയിരിക്കും. ഓക്കെ അല്ലേ? ആ അതെ. ഇനി എന്ത് ചെയ്യണം? നമ്മള് y ബൈ എക്സിനെ പുറത്തേക്ക് എടുക്കുക. രണ്ട് ടേമിലും കോമൺ ആയതുകൊണ്ട് y ബൈ എക്സിനെ പുറത്തേക്ക് എടുക്കുകയാണ്. y ബൈ എക്സിനെ പുറത്തേക്ക് വലിക്കുമ്പോൾ ഇവിടെ ആരാണത്? ലോഗ് എക്സ്. ഫസ്റ്റ് ടേമിൽ ആരാ ബാക്കി ഉണ്ടാവുക? y ബൈ എക്സിനെ പുറത്തേക്ക് വലിക്കുമ്പോ ആരാണ് ഫസ്റ്റ്? അയ്യോ, ലോഗ് എക്സ്. ലോഗ് എക്സ് പ്ലസ് അപ്പുറത്തെ y ബൈ എക്സ് 1. ലോഗ് എക്സ് പ്ലസ് 1 ഈക്വൽ ടു 1 ഈക്വൽ ടു 1. അപ്പോ y ബൈ എക്സ് കാണണം. നമുക്ക് y ബൈ എക്സ് ആണെങ്കിൽ ഇയാളെ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്ന ആളെ പ്രതി കൊടുത്താൽ മതി. അപ്പോ അവിടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. മൾട്ടിപ്ലിക്കേഷൻ ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കും? ഡിവിഷനായി മാറും. മൾട്ടിപ്ലിക്കേഷൻ ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഡിവിഷൻ ആയിട്ട് മാറും. മൾട്ടിപ്ലിക്കേഷൻ ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഡിവിഷൻ ആവും. അപ്പൊ y ബൈ എക്സ് ഈക്വൽ ടു 1 ബൈ ലോഗ് എക്സ് പ്ലസ് 1. അപ്പൊ y ബൈ എക്സ് കിട്ടി. y ബൈ എക്സ് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 2 കൊടുക്കാം. ഇതിൽ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എവിടെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഇതിന്റെ അകത്ത് കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്വേഷൻ നമ്പർ 2ല് y ബൈ എക്സിന്റെ പോർഷനിൽ എന്ത് കൊടുക്കുക? 1 ബൈ ലോഗ് എക്സ് പ്ലസ് 1 കൊടുക്കാം. അപ്പൊ കൊടുക്കാൻ പോവാണേ. അപ്പൊ എന്ത് ചെയ്യാണ്? 2 ഇക്വേഷൻ 2 ഇംപ്ലൈസ് ഇക്വേഷൻ 2ന്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണേ. അപ്പൊ y ഡാഷ് ഈക്വൽ ടു 1 മൈനസ് y ബൈ എക്സിന്റെ അവിടെ ലോഗ് എക്സ് പ്ലസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ ലോഗ് എക്സ് പ്ലസ് 1. ലോഗ് എക്സ് പ്ലസ് 1 അല്ലെ? അവിടെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. വലിയ ആനത്തെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. വളരെ സിമ്പിൾ ആയിട്ട് കാര്യം ചെയ്തത്. ഇനി എന്ത് ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ഇവിടെ ബൈ 1 ക്രോസ് ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചൂടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അല്ലേ? യെസ്. അപ്പൊ എന്ത് വരും? ദാറ്റ് ഇംപ്ലൈസ് y ഡാഷ് ഈക്വൽ ടു ഇതിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 ഇൻറ്റു ലോഗ് എക്സ് പ്ലസ് 1 അപ്പുറത്ത് ഒരു മൈനസ് 1 ഡിവൈഡഡ് ബൈ ലോഗ് എക്സ് പ്ലസ് 1 അല്ലെ? ഇത് ഇൻറ്റു ഇത് മൈനസ് ഇത് ഇൻറ്റു ഇത് ഹോൾ ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു ലോഗ് എക്സ് പ്ലസ് 1. പിന്നെ ഹോൾ ഡിവൈഡഡ് ബൈ ലോഗ് എക്സ് പ്ലസ് 1 ഉണ്ട് ഇല്ലേ? അതിന്റെ ചോട്ടിൽ ലോഗ് എക്സ് പ്ലസ് 1 ഉണ്ട് ഇല്ലേ? ഇല്ലേ? ആ, അത് ഈ ഡിനോമിനേറ്ററിലല്ലേ വരിക? ഇതിന്റെ കൂടെ അല്ലേ വരിക? ഡിനോമിനേറ്ററിന്റെ കൂടെ അല്ലേ വരിക? ഇതിപ്പോ ഈ 1 ഇട്ട് കഴിഞ്ഞാൽ തലതിരിച്ച് വരുമ്പോ താഴെയല്ലേ വരിക? അല്ലേ? ആ, അപ്പൊ അത് വരുമ്പോ ഓൾറെഡി ഒരു ലോഗ് എക്സ് പ്ലസ് 1 ഉണ്ട്. ഇനി ഇയാളും കൂടെ താഴെ വരുമ്പോ ഇതിന്റെ സ്ക്വയർ ആവും. അതിന്റെ സ്ക്വയർ ആവും അല്ലേ? ഇവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ഒരു ലോഗ് എക്സ് പ്ലസ് 1 ഉണ്ട്. അതിന്റെ കൂടെ താഴെ ഒരു ലോഗ് എക്സ് പ്ലസ് 1 കൂടി ഉണ്ട്. അതും കൂടെ അയാളുടെ കൂടെ വരും. അപ്പൊ രണ്ടെണ്ണം ആവുമ്പോ സ്ക്വയർ ആയി അല്ലെ? ഇത് നല്ലോണം നോക്കിയേ, നല്ലോണം ഒന്ന് കണ്ണ് തുറപ്പിച്ച് നോക്കിയേ. ആ കണ്ണുകളെല്ലാം ഉരുട്ടി ഉരുട്ടി ഒന്ന് നോക്കിയേ. ഒന്ന് നോക്കിയടാ. ആ, ഒന്നിനെ കാച്ചിക്കളടാ. പ്ലസ് 1 മൈനസ് 1 വന്നു കഴിഞ്ഞാൽ കാച്ചിക്കളഞ്ഞ ആറ് നോക്കിട്ട് നിക്കണേ അല്ലേ? 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 കാച്ചിക്കളഞ്ഞു. ഒന്ന് കാച്ചിക്കളഞ്ഞു. അപ്പൊ ചുരുക്കി പറഞ്ഞ y ഡാഷ് ഈക്വൽ ടു ലോഗ് എക്സ് മാത്രമായി മോളില് ലോഗ് എക്സ് മാത്രമായി. യെസ്, നമുക്ക് അങ്ങനെ തന്നെ വരേണ്ടത്. ന്യൂമറേറ്ററില് ലോഗ് എക്സ് മാത്രം. ഇനി ഡിനോമിനേറ്ററില് ലോഗ് ഇ എക്സ് ഹോൾ സ്ക്വയറാ വേണ്ടത്.
ലോഗ് ഇ എക്സ് ഹോൾ സ്ക്വയർ വേണ്ടേ, പക്ഷെ നമുക്കൊരു സ്ക്വയർ ഉണ്ട് അല്ലെ, താഴെ ലോഗ് എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ ഉണ്ട് അല്ലെ അല്ലേ. ഇതേ ഇതിനെ ലോഗ് ഇ എക്സ് ലോഗിനുള്ള മൾട്ടിപ്ലൈ ചെയ്തേക്കല്ലേ, നിങ്ങൾ ജസ്റ്റ് ഇവിടെ ചോദ്യം നോക്ക്, ലോഗ് ഇ എക്സ് മൾട്ടിപ്ലൈ ചെയ്തേക്കല്ലേ, ആ മൾട്ടിപ്ലിക്കേഷനിലേക്ക് ലോഗ് കയറുമ്പോ ഇയാൾ എന്താ വരിക നല്ലോണം നോക്കിയേ, അത് അഡീഷനായി മാറും അല്ലെ. അപ്പൊ എന്ത് വരും നോക്കിയേ, ലോഗ് ഇ പ്ലസ് ലോഗ് എക്സ് നോക്കട്ടാ, ലോഗ് ഫസ്റ്റ് ഇ പ്ലസ് ലോഗ് എക്സ്, അതിന് ലോഗ് ഇ എത്രയാ, ലോഗ് ഇ എത്രയാ 1. അപ്പൊ ലോഗ് ഇ പ്ലസ് ലോഗ് എക്സ് ലോഗ് ഇ 1 പ്ലസ് ലോഗ് എക്സ് 1 പ്ലസ് ലോഗ് എക്സ് അല്ലേ, അത് 1 പ്ലസ് ലോഗ് എക്സ് അപ്പോ ഈ സാധനത്തിന് ലോഗ് എക്സ് അവിടെ നിൽക്കട്ടെ, പ്ലസ് 1നെ നമുക്ക് ലോഗ് ഇ എഴുതാം, എഴുതിക്കൂടെ, 1നെ ലോഗ് ഇ ഇതാണ് ഇവിടെ എന്ത് എഴുതാം, ലോഗ് ഇ ഹോൾ സ്ക്വയർ. നമുക്കറിയാം ലോഗ് എ പ്ലസ് ലോഗ് ബി എന്ന് പറയുന്നത് ലോഗ് എ ബി ആണ്, which is equal to log x divided by log ex whole square. കിട്ടിയോ, മനസ്സിലായോ? ഇത് പല രീതിയിൽ ചോദിച്ചിട്ടുണ്ട്, കുറെ സ്ഥലങ്ങളിൽ ഇങ്ങനെ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ചോദ്യം തന്നെ, അതായത് if e raised to x minus y equal to x raised to y, എന്നിട്ട് y dash ഒന്നെങ്കിൽ log x divided by log ex whole square എന്ന് പ്രൂവ് ചെയ്യാൻ പറയും, അല്ലെങ്കിൽ ഇതേ ചോദ്യം തന്നെ log x divided by 1 plus log x whole square, നമുക്ക് തൊട്ട് മുമ്പ് കിട്ടിയ ഈ സ്റ്റെപ്പില്ലേ ഇവിടെ വരെ ചെയ്താൽ മതി, അങ്ങനെ പ്രൂവ് ചെയ്യാനും പറയും. മനസ്സിലായോ? അതായത് ലോഗ് ഇ എക്സ് ഹോൾ സ്ക്വയർ എന്ന് വരും, ലോഗ് 1 പ്ലസ് ലോഗ് എക്സ് ഹോൾ സ്ക്വയർ എന്നും അങ്ങനെയും പ്രൂവ് ചെയ്യാറുണ്ട്. അപ്പൊ ഈ 2 സ്റ്റെപ്പ് ചെയ്യേണ്ട ലാഭമാണ്, പക്ഷെ ഇങ്ങനെയും ചോദിക്കാറുണ്ട്. അപ്പൊ ഈ ലോഗ് ഇ എക്സ് വരുമ്പോഴാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരിക. ഇത് 2-3 മാർക്കിന്റെ ചോദിക്കുന്നുണ്ടാവുള്ളൂ, 2-3 മാർക്ക് ഉണ്ടായിരിക്കും, 2-3 അത്രയ്ക്ക് തന്നെയുള്ളൂ, വലിയ ബുദ്ധിമുട്ടുള്ളതൊന്നുമല്ലല്ലോ, സിമ്പിൾ അല്ലേ. എന്തായിരുന്നു സാധാരണ പോലെ നമ്മൾ ലോഗിനെ വിളിച്ച് ഇടിച്ച് നിരത്തി ഡിഫറൻഷിയേറ്റ് ചെയ്ത് വന്നപ്പോൾ ഇവിടെ മാത്രം വ്യത്യാസം, നമുക്ക് വരേണ്ട പോലെ വന്നില്ല. അപ്പൊ ഒരു y ബൈ എക്സ് എടുക്കുന്നു. അപ്പൊ y ബൈ എക്സിനെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എക്സിന്റെ ടേമിലേക്ക് ആക്കണമെങ്കിൽ നമ്മൾ ഇടിച്ച് പരത്തിട്ടില്ലേ അവിടെ കൊണ്ടുപോയിട്ട് y ബൈ എക്സ് ഉണ്ടാക്കണം, ഇടിച്ച് പരത്തിട്ടുള്ളതിൽ y ബൈ എക്സ് കൊണ്ടുവന്ന് ഉണ്ടാക്കണം, എന്നിട്ട് പിന്നെ അവിടെ y ബൈ എക്സ് പിടിക്കുക, ഇവിടെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇത്രയുള്ളൂ, മനസ്സിലായോ? ക്ലിയർ ആണ്, ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ മക്കളെ നോട്ട് ചെയ്തേ. Find dy by dx if x raised to y plus y raised to x equal to 1. Find dy by dx if x raised to y plus y raised to x equal to 1. അപ്പൊ dy by dx കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ തന്നെ കോമൺ സെൻസ് മിനിമം 5 പൈസ ബോധമുള്ളവർക്ക് വരെ മനസ്സിലാവും y എന്ന് പറയുന്നത് എക്സിന്റെ ഫംഗ്ഷൻ ആണ്, അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറയില്ല എക്സ് വെച്ചിട്ട്. y എന്ന് പറയുന്നത് എക്സിന്റെ ഒരു ഫംഗ്ഷൻ ആണ്, ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവണോ, y എന്ന് പറയുന്നത് എക്സിന്റെ ഒരു ഫംഗ്ഷൻ ആണ്. ഓക്കെ, അപ്പോ x raised to y plus y raised to x equal to 1. യെസ്, അപ്പൊ നോക്കുക നമ്മുടെ സംഭവം ഇതാണ്, x raised to y plus y raised to x equal to 1. x raised to y plus y raised to x equal to 1. അപ്പൊ നമുക്കറിയാം എക്സിന്റെ മുകളിൽ y, അതായത് എക്സിന്റെ ഫംഗ്ഷൻ ആണ്, അടുത്ത ടേമില് y ആണ് താഴെ, അത് എക്സിന്റെ ഫംഗ്ഷൻ ആണ്, മുകളിലും x ആണ്, താഴെയും x മുകളിലും x, താഴെയും x മുകളിലും x. അപ്പൊ നമുക്ക് ആരെ വിളിച്ചേ പറ്റുള്ളൂ, യെസ്, നമ്മൾ എന്ത് ചെയ്യുന്നു, ലോഗിനെ വിളിക്കുന്നു, പതിവ് പോലെ ലോഗിനെ വിളിക്കുന്നു. ഓക്കെ, അപ്പൊ പതിവ് പോലെ നമ്മൾ എന്ത് ചെയ്യാണ്, രണ്ട് ഭാഗത്തും ആരെ അപ്ലൈ ചെയ്യുക, ലോഗിനെ അപ്ലൈ ചെയ്യുക, രണ്ട് ഭാഗത്തും ലോഗിനെ അപ്ലൈ ചെയ്യുക. അപ്പൊ ലോഗ് x raised to y plus y raised to x equal to ഇപ്പുറത്ത് അപ്ലൈ ചെയ്യുക, ലോഗ് 1 അല്ലെ, അപ്ലൈ ചെയ്തു അല്ലെ. ഓക്കെ, ലോഗ് 1 എത്രയാ, ലോഗ് 1 യെസ്, ലോഗ് 1 എത്രയാണ്, 0 ആണ്, ലോഗ് 1 0 ആണ്. ഓക്കെ, ഗുഡ്. ഇനി എല്ലാവരും ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിയേ, എന്താ ചെയ്യണ്ടേ, ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിയേ, ലോഗിന്റെ ഉള്ളില് എന്താ കിടക്കണേ, ലോഗിന്റെ ഉള്ളില് 2 ടേമുകളെ ആഡ് ചെയ്തിരിക്കുക അല്ലെ. ഒരു സമ്മിന്റെ ഉള്ളിലേക്ക് ലോഗിനെ കടത്തിവിടാൻ പാടുണ്ടോ,
ഒരു സമ്മിന്റെ ഉള്ളിലേക്ക് ലോഗിനെ കടത്തിവിടാൻ പറ്റുമോ? ഇല്ല. പ്രൊഡക്റ്റിന്റെ ഉള്ളിലേക്ക് ലോഗ് പോവും, അത് അഡീഷൻ ആക്കി മാറ്റുകയും ചെയ്യും, സമ്മാക്കി മാറ്റുകയും ചെയ്യും. പക്ഷെ എന്ത് ചെയ്യില്ല, അഡീഷന്റെ ഉള്ളിലേക്ക് ലോഗിനെ വിട്ട് വല്ല കാര്യം ഉണ്ടാവും. ഇവിടെ ഇപ്പൊ നിങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ള ലോഗിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും തൊടാൻ പോലും പറ്റില്ല. ഇവർ രണ്ടുപേരും തൊടാൻ പോലും പറ്റില്ല. എക്സ് റേസ് ടു വൈ പ്ലസ് വൈ റേസ് ടു എക്സ് ആ അഡീഷന്റെ ഉള്ളിലേക്ക് ലോഗിന് ആ ഭാഗത്തേക്ക് കടത്തില്ല. അപ്പൊ ലോകം അവിടെ വെറുതെ നിൽക്കുക, ലോകം അവിടെ ഒന്നും ചെയ്യാൻ പറ്റാണ്ട് നിൽക്കുക. അപ്പോ ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ലോഗ് അപ്ലൈ ചെയ്തത് കാര്യമില്ല മനസ്സിലായി. കാരണം ലോഗിനൊന്നും ചെയ്യാൻ പറ്റില്ല. അതെന്തുകൊണ്ട് കാര്യമില്ല ഉണ്ടായത്? നേരത്തെ ഒന്നും കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. തൊട്ട് മുമ്പ് ചെയ്ത പ്രോബ്ലം അവിടെ എന്ത് വന്നു? യെസ്, ഇങ്ങനെ അഡീഷൻ ഒക്കെ വന്നു. അപ്പൊ അഡീഷൻ സബ്ട്രാക്ഷൻ ഒക്കെ വരുമ്പോൾ ലോഗിനെ ഉടനടി കടത്തി വിട്ട് കഴിഞ്ഞാൽ നടക്കില്ല. മനസ്സിലായോ? അത് കാണിച്ചു തരാൻ വേണ്ടി തന്നെയാണ് ഞാനിപ്പോ ഇതുവരെ എഴുതിയത്. അപ്പൊ ഇത് ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. ഓക്കെ, ഉടൻ തന്നെ ലോഗ് കൊണ്ട് അപ്ലൈ ചെയ്ത് കാര്യമൊന്നുമില്ല. ലോഗ് കൊണ്ട് അപ്ലൈ ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. ഇനി നോക്കുക, ഈ രണ്ട് ടേമുകൾ ഏതാ പ്രശ്നം? നമുക്കൊരു കാര്യം ചെയ്യാം. ഒന്നാമത്തെ ടേമിന് യു എന്ന് വിളിക്കാം, രണ്ടാമത്തെ ടേമിന് വി എന്ന് വിളിക്കാം. ഓക്കെ, അതായത് എക്സ് റേസ് ടു വൈനെ യു എന്ന് വിളിക്കാം, വൈ റേസ് ടു എക്സിനെ വി എന്ന് വിളിക്കാം. അപ്പൊ ലെറ്റ് യു ഈക്വൽ ടു എക്സ് റേസ് ടു വൈ ആൻഡ് വി ഈക്വൽ ടു വൈ റേസ് ടു എക്സ്. എന്റെ ദൈവമേ, വൈ റേസ് ടു എക്സ്. യെസ്, വി ഈക്വൽ ടു വൈ റേസ് ടു എക്സ്. കിട്ടിയ എക്സും വെറുതെ ഇവിടെ എത്ര ടേം ഉണ്ടോ അവരെ ഞാൻ യു വി എന്ന് വിളിച്ചു. ഓക്കെ, യു വി എന്ന് വിളിച്ചു. നല്ലോണം നോക്കിയേ, യു എന്ന് പറയുന്നത് എക്സ് റേസ് ടു വൈ ആ. യു ഒരു കോൺസ്റ്റന്റ് ആണോ ഒരു ഫംഗ്ഷൻ ആണോ? യു എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണോ ഫംഗ്ഷൻ ആണോ? ഫംഗ്ഷൻ ആണ്. ഏത് വാരിയബിൾ ഉള്ളത്? ഏത് വാരിയബിൾ ഉള്ള ഫംഗ്ഷനാ? ഏത് എക്സ് ആണ്. കോമന്റ് പറടാ, ഞാൻ പറഞ്ഞില്ലേ വൈ എന്ന് പറയുന്നത് എക്സിന്റെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ആയിരിക്കും. വൈ എന്ന് പറയുന്നത് എക്സിന്റെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ആയിരിക്കും. അപ്പോ വൈ മുകളിലുള്ളത് എക്സിന്റെ എന്തെങ്കിലും ഫംഗ്ഷൻ, താഴെ എക്സ്, ടോട്ടലി സാധനം എക്സിന്റെ ഒരു ഫംഗ്ഷൻ. അതായത് യു എന്ന് പറയുന്നത് എക്സിന്റെ ഒരു ഫംഗ്ഷനാണ്. അതുപോലെ വി എന്ന് പറയുന്നതും എക്സിന്റെ ഒരു ഫംഗ്ഷൻ ആണ് അല്ലെ. അല്ലാതെ യുവും വി വെറുതെ കോൺസ്റ്റന്റ് ഒന്നും അല്ലാട്ടോ. നല്ലോണം നോക്കണം. യുവും വിയും എന്താണ്? എക്സ് റേസ് ടു വൈയും വൈ റേസ് ടു എക്സ് ആണ്. അതായത് രണ്ടുപേരും എക്സിന്റെ ഫംഗ്ഷൻസ് ആണ്. യുവും വിയും എക്സിന്റെ ഫംഗ്ഷൻ ആണ്, കോൺസ്റ്റന്റ് അല്ല. അപ്പൊ ഇവര് രണ്ടുപേരും എക്സിന്റെ ഫംഗ്ഷൻ ആയ സ്ഥിതിക്ക് നമുക്ക് ഇവരെ എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്തൂടെ? യുവിനെ എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ലേ? വിനെയും എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ലേ? പറ്റും, കുഴപ്പമൊന്നുമില്ല, ബുദ്ധിമുട്ടൊന്നുമില്ല. എക്സിന്റെ ഫംഗ്ഷൻ ആണെങ്കിൽ എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് യുവിനെ നമുക്ക് ഡി യു ബൈ ഡി എക്സ്, അതായത് എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ വിനെ നമുക്ക് എന്ത് ചെയ്യാം? എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല. അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാണ്. ഞാനിവിടെ ഈ ഇക്വേഷനില് ഇവർക്ക് പകരം യു വി അപ്ലൈ ചെയ്യാൻ പോവാ. ഓക്കെ, യു വി എന്ന് എഴുതാൻ പോവാണ്. അപ്പൊ എക്സ് റേസ് ടു വൈനെ യു പ്ലസ് വൈ റേസ് ടു എക്സിനെ വി ഈക്വൽ ടു 1. കുഴപ്പമില്ലല്ലോ. യു പ്ലസ് വി ഈക്വൽ ടു 1. കുഴപ്പമൊന്നുമില്ലല്ലോ, ബുദ്ധിമുട്ടില്ലല്ലോ. ഇല്ല, കുഴപ്പമൊന്നും ഇല്ല. യെസ്. അപ്പൊ ഇനി എന്ത് ചെയ്യാൻ പോകണം? ഡിഫറൻഷിയേറ്റ് ചെയ്യണം. നമുക്ക് കാണുന്നത് ഡി വൈ ബൈ ഡി എക്സ് ആട്ടാ. അത് നിങ്ങൾ കിട്ടും. നമുക്ക് എന്തറിയാം? ഡി വൈ ബൈ ഡി എക്സ് ആണെങ്കിൽ എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പൊ നമുക്കറിയാം യുവും വിയും എക്സിന്റെ ഫംഗ്ഷൻ ആണ്. നമുക്ക് ഇയാളെ ഫുള്ള് ഡിഫറൻഷിയേറ്റ് ചെയ്യാം വിത്ത് റെസ്പെക്ട് ടു എക്സ്. നമുക്ക് എന്ത് ചെയ്യാം? ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. നമുക്ക് ഇയാളെ എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ചെയ്യല്ലേ? അല്ലേ? യെസ്, അതെ. അപ്പോ യുനെ എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഡി യു ബൈ ഡി എക്സ്, യു ഡാഷ് അല്ലെങ്കിൽ ഡി യു ബൈ ഡി എക്സ് അല്ലെ. ഞാൻ ആദ്യത്തെ സ്റ്റെപ്പിൽ ഡി യു ബൈ ഡി എക്സ് കേട്ടോ. ഡി യു ബൈ ഡി എക്സ് പ്ലസ് വിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഡി വി ബൈ ഡി എക്സ്, അല്ലെ. ഇനി 1നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? 1നെ എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? 1നെ എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? യെസ്, 1നെ എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0 ആണ്. ഡി യു ബൈ ഡി എക്സ് പ്ലസ് ഡി വി ബൈ ഡി എക്സ് ഈക്വൽ ടു 0. നമുക്ക് എന്ത് ചെയ്യാം? ടീച്ചർ പതിവ് പോലെ നമുക്ക് മടി നമ്മുടെ കൂടപ്പുറപ്പായതുകൊണ്ട് നമുക്ക് ഡി യു ബൈ ഡി എക്സ് ഒന്നും വേണ്ട. യു ഡാഷ് വി ഡാഷ് മതിയില്ലേ?
നമുക്ക് അതാണ് എളുപ്പം. അപ്പൊ ഇത് അതായത് du/dx ആണ് u ഡാഷ് എന്നുള്ള ബോധം വേണം കേട്ടോ. അതിനുവേണ്ടി ടീച്ചർ ആദ്യത്തെ പ്രോബ്ലത്തിൽ ഇങ്ങനെ തന്നെ എഴുതിയത്. അതായത് u ഡാഷ് പ്ലസ് b ഡാഷ് ഈക്വൽ ടു 0. u ഡാഷ് പ്ലസ് b ഡാഷ് ഈക്വൽ ടു 0. ഇതാണ് ഇക്വേഷൻ നമ്പർ 1. ഇതാണ് ഇക്വേഷൻ നമ്പർ 1. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? u ഡാഷും കണ്ടുപിടിക്കാം, v ഡാഷും കണ്ടുപിടിക്കാം. രണ്ട് സെപ്പറേറ്റ് കണ്ടുപിടിച്ചൂടെ? u ഡാഷ് u നമുക്കറിയാം x⁻y ആ. അപ്പൊ u ഡാഷും കണ്ടുപിടിക്കുക, അതുപോലെ തന്നെ v ഡാഷും കണ്ടുപിടിക്കുക. യുവിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക, വിയുടെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. എന്നിട്ട് നമുക്ക് ഈ ഇക്വേഷൻ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് y ഡാഷ് കിട്ടും. നോക്കാം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. അപ്പൊ തുടങ്ങുകയാണ്. ആദ്യം u ഡാഷ് ഉണ്ടാവും. u ഡാഷിനാണെങ്കിൽ u എന്താണ്? x⁻y. യെസ്, x⁻y. അപ്പൊ ഒറ്റടിക്ക് ഡെറിവേറ്റീവ് കാണാൻ പറ്റുമോ? ഇല്ല. ഇനി നമുക്ക് ആരെ വിളിച്ചൂടെ? ലോഗിനെ വിളിച്ചൂടെ? യെസ്, ഇനി ലോഗിനെ വിളിച്ചൂടെ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ലോഗിനെ വിളിച്ചൂടെ? രണ്ട് ഭാഗത്തും ലോഗിനെ വിളിക്കുകയാണ്. വിളിക്കുമ്പോൾ ലോഗ് അപ്ലൈ ചെയ്യുന്നു. ലോഗ് u ഈക്വൽ ടു ലോഗ് x⁻y. അപ്പോ ലോഗിന്റെ പണി ചെയ്യട്ടെ. ആരെ പിടിച്ച് ഭൂമിയിലേക്ക് ഇറക്കുന്നു? ലോഗിന് ലെഫ്റ്റ് സൈഡിൽ പണിയൊന്നുമില്ല, റൈറ്റ് സൈഡിലാണ് പണി. ആരെ പിടിച്ച് ഭൂമിയിലേക്ക് ഇറക്കും? വൈനെ പിടിച്ച് ഭൂമിയിലേക്ക് ഇറക്കും. അപ്പൊ ലോഗ് u ഈക്വൽ ടു y ഇൻറ്റു ലോഗ് എക്സ്. ഓക്കെ, ലോഗിന്റെ പണിയൊക്കെ ചെയ്തു. ഇനി നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്തൂടെ? യെസ്, ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവാണ്. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ലോഗ് u പറഞ്ഞേ, ലോഗ് യുവിന്റെ ഡെറിവേറ്റീവ് എന്താ? യെസ്, 1/u ഇൻറ്റു u ഡാഷ്. മറക്കരുത്, ലോഗും ഫംഗ്ഷൻ ആണ്, u എന്ന് പറയുന്നത് ഫംഗ്ഷൻ ആണ്. അപ്പൊ ലോഗിന്റെ ഡെറിവേറ്റീവ് 1/u ഇൻറ്റു യുവിന്റെ ഡെറിവേറ്റീവ് u ഡാഷ് ഈക്വൽ ടു y ഇൻറ്റു ലോഗ് എക്സ്. അവിടെ എന്ത് റൂൾ അപ്ലൈ ചെയ്യേണ്ടി വരും? യെസ്, പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പൊ നമുക്ക് ആ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം. നല്ലോണം നോക്കിക്കോ. പറഞ്ഞോ. ആദ്യം ആരാ ഡെറിവേറ്റീവ്? വൈയുടെ ഡെറിവേറ്റീവ്. യെസ്, വൈയുടെ ഡെറിവേറ്റീവ് എന്താ? y ഡാഷ്. കണ്ടോ? y ഡാഷ് കണ്ട? y ഡാഷ് ഇൻറ്റു ലോഗ് എക്സിനെ വെറുതെ എഴുതുക. പ്ലസ് അടുത്ത് രണ്ടാമത്തെ ടേമിന്റെ ഡെറിവേറ്റീവ്, അതായത് ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ്. എന്താണ് ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ്? 1/x. ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് 1/x ഇൻറ്റു വൈനെ വെറുതെ എഴുതുക. നമുക്ക് u ഡാഷ് ആണ് കാണേണ്ടത് കേട്ടോ. നമുക്ക് ആരെ കാണേണ്ടത്? u ഡാഷ് ആണ് കാണേണ്ടത്. അപ്പൊ u ഡാഷിന്റെ അടുത്ത് ആരെങ്കിലും ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ ഇപ്പുറത്തെ സൈഡിലേക്ക് ഓടിക്കണം. അപ്പൊ ഇപ്പൊ u ഡാഷിന്റെ അപ്പുറത്ത് 1/u ഉണ്ട്. 1/uനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരണം. 1/u ഇപ്പുറത്തേക്ക് വരുമ്പോ ബൈ u ഇൻറ്റു u അല്ലേ? അതെ, ഇൻറ്റു യു. അപ്പൊ u ഡാഷ് മാത്രം മതി. അപ്പൊ ഈ 1/uനെ ഇങ്ങോട്ട് വരുമ്പോ ഇൻറ്റു u ആണ്. അപ്പൊ u ഇൻറ്റു ബ്രാക്കറ്റ് ഇടണം. രണ്ട് ടേം ഉണ്ട്, ബ്രാക്കറ്റ് ഇടണം. ലോഗ് എക്സ് ഇൻറ്റു വൈ ഡാഷ് നമ്മൾ പറഞ്ഞു അങ്ങനെ എഴുതേണ്ടത്. ലോഗ് എക്സ് ഇൻറ്റു വൈ ഡാഷ് പ്ലസ് ഇത് y/x ആണ്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. അപ്പൊ u എന്ന് പറഞ്ഞാൽ x⁻y അല്ലേ? u എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x⁻y അല്ലേ? നമുക്ക് u വേണ്ട, u സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? u തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് x⁻y. u. അപ്പൊ u ഡാഷ് ഈക്വൽ ടു x⁻y ഇൻറ്റു ലോഗ് എക്സ് ഇൻറ്റു y ഡാഷ് പ്ലസ് y/x. ഇതാണ് സംഭവം. ഇപ്പൊ u ഡാഷ് കിട്ടി. കിട്ടി, വൃത്തിയായിട്ട് കിട്ടി. അപ്പൊ u ഡാഷ് കിട്ടി. ഇതിന് ഇക്വേഷൻ നമ്പർ 2. കാരണം u ഡാഷിനെയും v ഡാഷിനെയും കണ്ടുപിടിച്ചിട്ട് ഒന്നിന് കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതാണ് നമുക്ക് വേണ്ടത് കേട്ടോ. ഒന്നിന് കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഒരൊറ്റ കാര്യം കൂടെ ഇക്വേഷൻ നമ്പർ ആക്കാൻ വരട്ടെ. ഒരു സെക്കൻഡ്. നമുക്ക് ഇതിനൊന്ന് y ഡാഷ് കണ്ടുപിടിക്കണ്ടേ? y ഡാഷ് അല്ലേ? അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ x⁻y ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യാം. അതിന് വേണ്ടി വരും, കാരണം y ഡാഷിനെ പുറക്കി മാറ്റേണ്ടി വരും. അപ്പൊ ഈ ബ്രാക്കറ്റ് ഒക്കെ അപ്പൊ ഓപ്പൺ ചെയ്യണം. അത് ഇവിടെ തന്നെ ചെയ്തു വെച്ചോ കേട്ടോ. നമുക്ക് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്ത് വരും? x⁻y ഇൻറ്റു ലോഗ് എക്സ് ഇൻറ്റു വൈ ഡാഷ് പ്ലസ് അടുത്ത ടൈമിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം x⁻y ഇൻറ്റു y/x. ഇതല്ലേ സംഭവം? x⁻y ഇൻറ്റു y/x അല്ലേ? ഇതല്ലടാ. x⁻y ഈ രണ്ട് ടേമിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തൂടാ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ നിങ്ങൾ ഞാൻ ടെസ്റ്റ് കോമൺ സെൻസ് നോക്കിയേ. x⁻4 ഡിവൈഡഡ് ബൈ x എത്ര വരിക? ഭാഗ്യം.
ആരും ഒന്നും പറഞ്ഞേക്കാനില്ല. എക്സ് ക്യൂബ് ദാ ഒരു എക്സ് വെട്ടിപ്പോയി കഴിഞ്ഞാൽ ഒന്ന് കുറച്ച് 3 അല്ലേ വരിക? അല്ലേ? എക്സ് റേസ് ടു 3 അല്ലേ വരിക? ആ അതെ. അല്ലെങ്കിൽ ഇനി എക്സ് റേസ് ടു 20 ഡിവൈഡഡ് ബൈ എക്സ് എന്താ വരിക? വെട്ടിക്കളയുമ്പോ എന്താ വരിക? എക്സ് റേസ് ടു 1. x1 എക്സ് റേസ് ടു 1 അല്ലേ? അപ്പൊ എക്സ് റേസ് ടു എത്ര വരിക? എക്സ് റേസ് ടു 19. ബാക്കിയുള്ളവരൊക്കെ അവിടെ കപ്പലിൽ ഇറക്കാൻ പോയാ എക്സ് റേസ് ടു 19. എക്സ് റേസ് ടു 19. ഇനി ഇവിടെ എക്സ് റേസ് ടു 100 ആണെങ്കിൽ എന്ത് വരും? ഇത് ടോട്ടൽ വെട്ടിക്കളയുമ്പോ എന്ത് വരും? എക്സ് റേസ് ടു എക്സ് റേസ് ടു 99. എക്സ് റേസ് ടു ഒന്ന് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ എക്സ് റേസ് ടു എ ആണെങ്കിൽ എന്ത് സംഭവിക്കും? എക്സ് റേസ് ടു എ ആണെങ്കിൽ ഒരെണ്ണ മുകളിൽ എ എക്സുകൾ ഉണ്ട്, ഒരെണ്ണം കുറയ്ക്കല്ലേ ചെയ്യുക, ഒരെണ്ണം പോലെ എക്സ് റേസ് ടു എ -1. അപ്പൊ എക്സ് റേസ് ടു വൈ ആണെങ്കിൽ താഴെ എക്സ് വിട്ട് പോയി എന്നുണ്ടാവുക എക്സ് റേസ് ടു വൈ -1. നല്ലോണം നോക്കിയേ, ഇവിടെ എക്സ് റേസ് ടു വൈ ഉണ്ട്, താഴെ ഒരു എക്സ് ഉണ്ട്. മുകളിലെ എക്സ് റേസ് ടു വൈ ഉണ്ട്, താഴെ ഒരു എക്സ് ഉണ്ട്. വെട്ടിക്കളഞ്ഞൂടെ? മുകളിലൊന്നും കുറയില്ലേ? മുകളിൽ ഒന്ന് കുറയില്ലേ? യെസ് കുറയും. അപ്പൊ ഇവിടുത്തെ എക്സ് വെട്ടി മുകളിൽ ഒരു എക്സ് കുറഞ്ഞു. മുകളിൽ y എക്സുകൾ ഉണ്ടായിരുന്നു, അതിന് ഒരെണ്ണം കുറഞ്ഞു. ഇപ്പോഴാണ് കറക്റ്റ് ആയത് യു ഡാഷ്. ഇതാണ് ഇക്വേഷൻ നമ്പർ 2. ഇതാണ് ഇക്വേഷൻ നമ്പർ 2. ക്ലിയർ അല്ലേ? ഇതാണ് ഇക്വേഷൻ നമ്പർ 2. കിട്ടിയോ? കിട്ടിയോ? യെസ് കിട്ടി. അപ്പൊ യു ഡാഷ് കിട്ടി. അടുത്തത് ഇനി വി ഡാഷ് ആണ് കേട്ടോ. വി ഡാഷിന് വി എഴുതാൻ പോവാണ്. വി ഡാഷ് ആണ്. വി ഡാഷിന് നമ്മൾ എന്ത് എഴുതാൻ പോവാണ്? വി ഡാഷ് കിട്ടുമ്പോൾ അതിന് വി എഴുതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം എന്തെഴുതി? വി ഈക്വൽ ടു വൈ റേസ് ടു എക്സ് ആണ്. വി ഈക്വൽ ടു വൈ റേസ് ടു എക്സ്. വി ഈക്വൽ ടു വൈ റേസ് ടു എക്സ് ആണ്. പറഞ്ഞോ? പോരട്ടെ. യെസ്, ആദ്യം ലോഗ് അപ്ലൈ ചെയ്യാം. ആദ്യം എന്ത് ഇനി ഞാൻ എല്ലാത്തിനും പിടിച്ചാൽ പുറത്തേണ്ടി വരും. എന്ത് ചെയ്യണം? ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുമോ? ഉടൻ തന്നെ ലോഗ് അപ്ലൈ ചെയ്യണം. എന്ത് ചെയ്യണം? ലോഗ് അപ്ലൈ ചെയ്യണം. രണ്ട് ഭാഗത്തും ലോഗ് അപ്ലൈ ചെയ്യുന്നു. ലോഗ് വി ഈക്വൽ ടു ലോഗ് വൈ റേസ് ടു എക്സ്. അടുത്തത് ലോഗിന്റെ പണി ചെയ്യട്ടെ. ആരെ പിടിച്ച് താഴ്ത്തിക്ക് ഇറക്കും? യെസ്, എക്സിനെ പിടിച്ച് താഴ്ത്തിക്ക് ഇറക്കുന്നു. അപ്പൊ എക്സ് ഇൻറ്റു ലോഗ് വൈ, ഇപ്പുറത്ത് ലോഗ് വി. ഓക്കെ അല്ലേ? യെസ്, വൃത്തികളൊക്കെ മാറി. ഇനി ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവാണ്. യെസ്, ലോഗ് വിയുടെ ഡെറിവേറ്റീവ് അറിയാം. 1/v ഇൻറ്റു വി ഡാഷ്. 1/v ഇൻറ്റു വി ഡാഷ്. അപ്പുറത്ത് എക്സ് ഇൻറ്റു ലോഗ് വൈ. എന്ത് അപ്ലൈ ചെയ്യേണ്ടി വരും? എക്സ് ഇൻറ്റു ലോഗ് വൈ. യെസ്, പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യേണ്ടി വരും. എന്ത് റൂൾ അപ്ലൈ ചെയ്യേണ്ടി? പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പൊ പറഞ്ഞേ, എക്സിന്റെ ഡെറിവേറ്റീവ്, ആദ്യത്തെ ഡെറിവേറ്റീവ്, എക്സിന്റെ ഡെറിവേറ്റീവ് പോരട്ടെ. എക്സിന്റെ ഡെറിവേറ്റീവ് 1 ഇൻറ്റു ആരെ വെറുതെ എഴുതുക? യെസ്, ലോഗ് വൈ പ്ലസ് ഇനി ആരുടെ ഡെറിവേറ്റീവ്? ലോഗ് വൈയുടെ ഡെറിവേറ്റീവ്. എന്താ? നല്ലോണം നോക്കിട്ട് പറഞ്ഞേ. ലോഗ് വൈന്റെ ഡെറിവേറ്റീവ് എന്താ? ലോഗ് വൈന്റെ 1/y കഴിഞ്ഞില്ലേടാ? 1/y കൂടെ എഴുതാം y ഡാഷ്, കൂടെ എഴുതാം y ഡാഷ് ഇൻറ്റു എക്സിനെ വെറുതെ എഴുതാം. ഓക്കെ അല്ലേ? എക്സിനെ വെറുതെ എഴുതി. അപ്പൊ നമ്മൾ ഇനി ഈ വീനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. നമുക്ക് വി ഡാഷ് മാത്രമേ ആവശ്യമുള്ളൂ. നേരത്തെ പോലെ തന്നെ വീനെ അപ്പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പൊ വി ഡാഷ് ഈക്വൽ ടു വി ഇൻറ്റു, ഇവിടെ 1 ഇൻറ്റു ലോഗ് വൈ എന്ന് പറഞ്ഞാൽ ലോഗ് വൈ ആണ്. ഇനി ഇവിടെ നോക്കാട്ടോ, ഇവിടെ എക്സ് ഉണ്ട്, വൈ ഡാഷ് ഉണ്ട്, താഴെ വൈ ഉണ്ട്. അപ്പൊ നമുക്ക് എക്സ് ബൈ വൈ ഇൻറ്റു വൈ ഡാഷ് എഴുതി കൂടെ? എക്സ് ബൈ വൈ ഇൻറ്റു വൈ ഡാഷ് എഴുതി കൂടെ? യെസ്. അപ്പൊ ഞാൻ എന്ത് എഴുതാണ്? എക്സ് ബൈ വൈ ഇൻറ്റു വൈ ഡാഷ്. ഓക്കെ, അപ്പൊ എഴുതി. അപ്പൊ നമുക്ക് വി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യല്ലേ? യെസ്, വി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. വി ഡാഷ് ഈക്വൽ ടു വി ഇൻറ്റു വി ആരായിരുന്നു? വി ഡാഷ് ഈക്വൽ ടു വി ഇൻറ്റു വി ആരായിരുന്നു? വൈ റേസ് ടു എക്സ് ഇൻറ്റു ലോഗ് വൈ പ്ലസ് എക്സ് ബൈ വൈ ഇൻറ്റു വൈ ഡാഷ്. ഓക്കെ അല്ലേ? കണ്ട, അതിന്റെ ഉള്ളിൽ വൈ ഡാഷ് കുടുങ്ങി കിടക്കുന്നുണ്ട്. അതിന്റെ ഉള്ളില് വൈ ഡാഷ് കുടുങ്ങി കിടക്കണ്ട. അപ്പൊ എന്തായാലും നമുക്ക് ഉള്ളിക്ക് മൾട്ടിപ്ലൈ ചെയ്യണം, കാരണം വൈ ഡാഷിന് പുറത്തെടുക്കേണ്ടതാ. അപ്പൊ നമുക്ക് ഉള്ളിക്ക് മൾട്ടിപ്ലൈ ചെയ്തിടാം. which is equal to v dash equal to y raised to x into log y plus x y raised to x into x by y into y dash. നല്ലോണം നോക്കിയേ,
മുകളില് y raised to x ഉണ്ട്, താഴെ y ഉണ്ട്. വെട്ടിക്കളഞ്ഞൂടെ? ക്യാൻസൽ ചെയ്തൂടെ? ക്യാൻസൽ ചെയ്തൂടെ? ചെയ്തൂടെ? ആടാ നോക്കടാ, ഇവിടെ മുകളിൽ എക്സ് വൈകളുണ്ട്, താഴെ ഒരു വൈ ഉണ്ട്. വെട്ടിക്കളയുമ്പോൾ ഇവിടെ എക്സ് മൈനസ് 1 അല്ലേ വരിക? വെട്ടിക്കളയുമ്പോൾ അവിടെ എക്സ് മൈനസ് 1 അല്ലേ വരിക? അതെ. അപ്പൊ കഴിഞ്ഞു. ഇതാണ് ഇക്വേഷൻ നമ്പർ 2 അല്ല 3. ഓക്കെ, യു ഡാഷുമായി വി ഡാഷുമായി നമുക്കിത് എവിടെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഇക്വേഷൻ നമ്പർ 1 കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്വേഷൻ നമ്പർ 1 കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എഴുതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് 2 and 3 in 1. 2 3 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 3 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യല്ലേ? തുടങ്ങല്ലേ? തുടങ്ങാണ്. യു ഡാഷ് പ്ലസ് വി ഡാഷ് ഈക്വൽ ടു 0. അപ്പൊ ആദ്യം യു ഡാഷ് എഴുതാണ്. വലിയ പണിയൊന്നും ഇല്ലാട്ടാ. ഇനി തങ്ങളെടുത്ത് എഴുതുക. യു ഡാഷിന്റെ പൊസിഷൻ ഇത് എഴുതാണ്. അവിടെ സ്ഥലം ഉണ്ടാവില്ല. നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് ചെയ്തേ, വേഗം ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്തേ. അവിടെ സ്ഥലം ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പുറത്തേക്ക് എഴുതാം, മാറ്റാന്ന് വെച്ചിട്ടാ. ചെയ്താ? സ്ക്രീൻഷോട്ട് ചെയ്തു ഇല്ലേ? യെസ്. ഞാൻ ഇവിടെ വായിക്കാണ്. സബ്സ്റ്റിറ്റ്യൂട്ട്. ഇനി ഇതിന്റെ ബാക്കിയാണ് കേട്ടോ, ഇവിടെ തന്നെ ബാക്കിയാണ് ഞാൻ എഴുതാൻ പോകുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ട് 2 + 3 in 1. യു ഡാഷിന്റെ പൊസിഷനിൽ യു ഡാഷ് എഴുതുക. എന്താണ്? എക്സ് റേസ് ടു വൈ ഇൻറ്റു ലോഗ് എക്സ് ഇൻറ്റു വൈ ഡാഷ് പ്ലസ് എക്സ് റേസ് ടു വൈ മൈനസ് 1 ഇൻറ്റു വൈ. വൈ മൈനസ് 1 മുകളിലും വൈ താഴെയാണ് കേട്ടോ. കുറച്ച് കഴിയുമ്പോ അവർക്ക് കുറച്ച് കഴിയുമ്പോ കെട്ടുപടന്ന് നിൽക്കുന്ന കാണാം. മണ്ടന്മാര് മൾട്ടിപ്ലൈ ചെയ്തിട്ടാ കേട്ടോ. പ്ലസ് യു ഡാഷ് ഫുൾ എഴുതി കഴിഞ്ഞു. യു ഡാഷ് ഫുൾ എഴുതി കഴിഞ്ഞു. ഇനി നമ്മൾ ആരെഴുതണം? ഇനി ആരെഴുതണം? യെസ്, വി ഡാഷ് എഴുതുക. അപ്പൊ വി ഡാഷ് ആരാ? നോക്കിക്കോ, വൈ റേസ് ടു എക്സ് ഇൻറ്റു ലോഗ് വൈ പ്ലസ് വൈ റേസ് ടു എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് ഇൻറ്റു വൈ ഡാഷ്. അല്ലേ? അല്ലേ? ഈക്വൽ ടു 0. യു ഡാഷ് പ്ലസ് വി ഡാഷ് ഈക്വൽ ടു 0. ഈക്വൽ ടു 0. ഇനി നമ്മൾ എന്ത് ചെയ്യുക? വൈ ഡാഷ് ഉള്ള ടേമുകളെ ഇവിടെ ഒറ്റയ്ക്കാക്കുക, ബാക്കിയുള്ളവരെ അപ്പുറത്ത് കൊണ്ടുപോവുക, വൈ ഡാഷിനെ പുറത്തേക്ക് വിളിക്കുക. അത്രയല്ലോ? അപ്പൊ നോക്കിയേ, എത്ര ടേമിൽ വൈ ഡാഷ് ഉണ്ട്? നല്ലോണം നോക്കിയേ. ഈ ടേമിൽ വൈ ഡാഷ് ഉണ്ട്, ഇവിടെ ഇല്ല. ഈ ടേമിൽ വൈ ഡാഷ് ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ ആ രണ്ട് ടേമും നമുക്ക് വൈ ഡാഷിനെ പുറത്തേക്ക് എടുക്കാം. വൈ ഡാഷിനെ പുറത്തേക്ക് എടുക്കുന്നു. വൈ ഡാഷിനെ പുറത്തെടുക്കുമ്പോൾ ഇവിടെ ഫസ്റ്റ് ടേമിൽ വൈ ഡാഷ് പോകുമ്പോൾ എക്സ് റേസ് ടു വൈ ഇൻറ്റു ലോഗ് എക്സ്. എക്സ് റേസ് ടു വൈ ഇൻറ്റു ലോഗ് എക്സ്. ഫസ്റ്റ് ടേമിൽ വൈ ഡാഷിനെ പുറത്തേക്ക് എടുത്തു, എക്സ് റേസ് ടു വൈ ഇൻറ്റു ലോഗ് എക്സ്. ഇനി ലാസ്റ്റ് ടേമിലെ വൈ ഡാഷ് ഉള്ളത് അതൊന്ന് പുറത്തേക്ക് എടുത്തു, വൈ റേസ് ടു എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ്. y raised to x minus 1 into x. Okay, y raised to x minus 1 into x equal to ബാക്കിയുള്ളവരൊക്കെ അപ്പുറത്തേക്ക് കൊണ്ടുപോവാ. y dash ഇല്ലാത്ത രണ്ട് ടേമിനെയും അപ്പുറത്ത് കൊണ്ടുപോവാ. ഇതിൽ രണ്ടുപേരും പോസിറ്റീവ് ആയിരുന്നു, അപ്പുറത്തേക്ക് പോകുമ്പോൾ രണ്ടും നെഗറ്റീവ് ആകുന്നു. അപ്പൊ മൈനസ് എക്സ് റേസ് ടു വൈ മൈനസ് 1 ഇൻറ്റു വൈ. ഇയാൾ അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് വൈ റേസ് ടു എക്സ് ഇൻറ്റു ലോഗ് വൈ. ഓക്കെ അല്ലേ? ഇനി വൈ ഡാഷ് പിടിച്ചൂടെ? വൈ ഡാഷിന്റെ കൂടെ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്ന ആളെ താഴ്ത്തിക്ക് കൊണ്ടുവരിക. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണോ, താഴ്ത്തിക്ക് വരുമ്പോൾ ഡിവിഷൻ ആവും, ബൈ ചെയ്യണം. അത്രയുള്ളൂ. വൈ ഡാഷ് ഈക്വൽ ടു മൈനസ് എക്സ് റേസ് ടു വൈ മൈനസ് 1 ഇൻറ്റു വൈ മൈനസ് വൈ റേസ് ടു എക്സ് ഇൻറ്റു ലോഗ് വൈ ഡിവൈഡഡ് ബൈ എക്സ് റേസ് ടു വൈ ഇൻറ്റു ലോഗ് എക്സ് പ്ലസ് വൈ റേസ് ടു എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ്. കഴിഞ്ഞു. അതിന്റെ ചോട്ടിക്ക് ആളെടുത്ത് എഴുതി, വേറെ പണിയൊന്നുമില്ല. കഴിഞ്ഞു. മനസ്സിലായോ? കിട്ടിയാ? ഇത് കുറച്ചധികം കമ്പ്യൂട്ടേഷൻ ഉണ്ട്, കുറച്ച് കാൽക്കുലേഷൻ ഉണ്ടെന്നുള്ളൂ. അല്ലാണ്ട് വലിയ ബുദ്ധിമുട്ടുള്ള സംഭവമൊന്നുമല്ല. കുറച്ച് ചെയ്യാനുണ്ടെന്ന് മാത്രം, കുറച്ചധികം ചെയ്യാനുണ്ട് എന്ന് മാത്രം. ഇത് എത്ര മാർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെക്ക് അതെഴുത്, നോട്ടി.
3 4 മാർക്കിനെ വരുള്ളൂ കേട്ടോ. യെസ്, 3 4 മാർക്കിന് വരുള്ളൂ കേട്ടോ. യെസ്, അത്രയ്ക്കുള്ള ഹൈസ്റ്റ് മാർക്കിന് വരുള്ളൂ. ഇത് കുറെ ചെയ്യാണ്ടെന്നുള്ളൂ, വലിയ മെനക്കെടൊന്നുമില്ല. ഇതിൽ കുറെ സ്റ്റെപ്പുകൾ കുറച്ച് നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഇതുപോലത്തെ കുറെ ചോദ്യം ഉണ്ട്, കുറെ സ്റ്റെപ്പുകൾ നമുക്ക് ഇതിലൊന്ന് സ്കിപ്പ് ചെയ്യാം. മായ്ക്കട്ടെ. ഫൈൻഡ് dy by dx if cos x raised to y plus sin x raised to x equal to k. ഇതാണ് ക്വസ്റ്റ്യൻ. cos x raised to y plus sin x raised to x equal to k. നല്ലോണം നോക്കിയാൽ കാണാം, രണ്ട് ടേം ഉണ്ട്. താഴെ എക്സിന്റെ ഫംഗ്ഷൻ, മുകളിലും y എക്സിന്റെ ഫംഗ്ഷൻ. ഇവിടെ താഴെ എക്സിന്റെ ഫംഗ്ഷൻ, മുകളിലും എക്സ്. അപ്പൊ ശരിക്കും ആരെ വിളിച്ച് ചെയ്യണം? ഇത് ലോഗിനെ വിളിച്ച് വേണം ചെയ്യാൻ. പക്ഷെ ഉടൻ തന്നെ ലോഗിനെ വിളിക്കാൻ പറ്റുമോ? ഇല്ല. ഇവിടെ അഡീഷനാ, പ്ലസ്. അപ്പൊ ലോഗിനെ വിളിക്കാൻ പറ്റുമോ ഉടൻ തന്നെ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഈ രണ്ട് ടേമുകളെയും ഒരു യു വി എന്ന് വിളിക്കുക. അത്രേ ഉള്ളൂ ആദ്യത്തെ പരിപാടി. നേരത്തെ ചെയ്ത പോലെ തന്നെ രണ്ട് ടേം ഉണ്ട്, യു വി എന്ന് വിളിക്കുകയാണ്. ലെറ്റ് u equal to cos x raised to y, v equal to sin x raised to x. യെസ്, തുടങ്ങാണ്. അപ്പൊ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഇക്വേഷൻ u plus v equal to k. ഇതാണ് ഇക്വേഷൻ. u plus v equal to k. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അല്ലേ? ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇത് u ആണ്, പ്ലസ് v equal to k. യെസ്. അപ്പൊ ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. കാരണം യുവും വിയും എക്സിന്റെ ഫംഗ്ഷൻ ആണ്. അപ്പൊ നമുക്ക് എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പൊ ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ യുവിന്റെ ഡെറിവേറ്റീവ് എന്താ മക്കളെ? യുവിന്റെ ഡെറിവേറ്റീവ് യു ഡാഷ്, അതായത് ഡി യു ബൈ ഡി എക്സ്, അതായത് യു ഡാഷ് പ്ലസ് വിയുടെ ഡെറിവേറ്റീവ് വി ഡാഷ്, വിയുടെ ഡെറിവേറ്റീവ് വി ഡാഷ് ഈക്വൽ ടു കെ യുടെ ഡെറിവേറ്റീവ് എന്താ? കെ യുടെ ഡെറിവേറ്റീവ് കെ ഇസ് എ കോൺസ്റ്റന്റ്, therefore എന്താ ഡെറിവേറ്റീവ്? 0. യെസ്, ആന്റെ ഡെറിവേറ്റീവ് 0 കഴിഞ്ഞു. അപ്പൊ ഇതിനാണ് കൊണ്ടുവന്ന് അപ്ലൈ ചെയ്യേണ്ടത്. ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഇക്വേഷൻ ആണ് കൊണ്ടുവന്ന് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് യു ഡാഷ് കാണണം, വി ഡാഷും കാണണം. ഇതിന്റെ അകത്ത് കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അത്രയല്ലോ. യെസ്, തുടങ്ങാം. അപ്പൊ നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. യു ഡാഷ് ഇടാം. അപ്പൊ യു ഡാഷിന് യു തുടങ്ങാം. യു ഈക്വൽ ടു കോസ് എക്സ് റേസ് ടു വൈ ആണ്. യെസ്, കോസ് എക്സ് റേസ് ടു വൈ ആണ്. ഡയറക്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല, ലോഗരിതമിക് ഡിഫറൻസിയേഷൻ ആണ്. അപ്പൊ ആദ്യം ആരെ വിളിക്കണം? ലോഗിനെ വിളിച്ച് ഈ വൈനെ താഴ്ത്തിക്ക് ഇറക്കണം. അപ്പൊ ലോഗ് യു ഈക്വൽ ടു ലോഗ് കോസ് എക്സ് ഹോൾ റേസ് ടു വൈ. അപ്പൊ ലോഗ് ആരെ പിടിച്ച് താഴ്ത്തിക്ക് ഇറക്കുന്നു? ലോഗിന്റെ പണി ചെയ്യാണ്. ലെഫ്റ്റ് സൈഡിൽ പണിയൊന്നുമില്ല. റൈറ്റ് സൈഡില് ആരെ പിടിച്ച് താഴ്ത്തിക്ക് ഇറക്കുന്നു? വൈനെ പിടിച്ച് താഴ്ത്തിക്ക് ഇറക്കുന്നു. അപ്പൊ which is equal to y into log cos x. ഇനി എന്താ സംഭവിക്കുന്നത് നോക്കുക? ലോഗ് യു ഇനി നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം അല്ലെ? ലോഗ് യു ഡിഫറൻഷിയേറ്റ് ചെയ്യല്ലേ? പറഞ്ഞേ, ലോഗ് യുടെ ഡെറിവേറ്റീവ് എന്താ? ലോഗ് യുടെ ഡെറിവേറ്റീവ് യെസ് 1 by u into യുവിന്റെ കൂടെ യു ഡാഷ് എഴുതണം. 1 by u into u ഡാഷ് ഈക്വൽ ടു അപ്പുറത്ത് എന്ത് റൂൾ അപ്ലൈ ചെയ്യണം? അപ്പുറത്ത് എന്ത് റൂളാണ് അപ്ലൈ ചെയ്യേണ്ടത്? യെസ്, പ്രൊഡക്റ്റ് റൂൾ ആണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോ ആദ്യത്തെ ആള് y ആണ്, രണ്ടാമത്തെ ആള് ലോഗ് കോസ് എക്സ് ആണ്. ഇവിടെ ചെയ്യാൻ വേണ്ടി വരും കേട്ടോ. ലോഗ് ഇൻറ്റു കോസ് എക്സ് എന്നല്ല, ലോഗ് ഓഫ് കോസ് എക്സ്. ഓക്കെ, കോമ്പോസിഷൻ ആണ്. അപ്പൊ ഫസ്റ്റ് വൈന്റെ ഡെറിവേറ്റീവ് പറഞ്ഞേ, വൈന്റെ ഡെറിവേറ്റീവ് y ഡാഷ് ഇൻറ്റു രണ്ടാമത്തെ ഫംഗ്ഷൻ വെറുതെ എഴുതുക, ലോഗ് കോസ് എക്സിനെ വെറുതെ എഴുതുക, പ്ലസ് ലോഗ് കോസ് എക്സിന്റെ ഡെറിവേറ്റീവ്. ആദ്യം ആരുടെ ഡെറിവേറ്റീവ് വേണ്ടേ? ലോഗിന്റെ ഡെറിവേറ്റീവ്. ലോഗിന്റെ ഡെറിവേറ്റീവ് എന്താ വരിക? 1 by ലോഗിന്റെ ഉള്ളിലുള്ളത് 1 by എന്താ വരിക? 1 by 1 by cos x. ആ നിമ്മിയൊക്കെ ഉണ്ടല്ലോ, അത് അവിടെ പോയിരുന്ന സീരിയലിന്റെ റിപ്പീറ്റേഷൻ കാണുന്നുണ്ടാവും. 1 by cos x. ഇനി 1 by cos x. ഇനി cos x ന്റെ ഡെറിവേറ്റീവ് ആരാ? cos x ന്റെ ഡെറിവേറ്റീവ് മൈനസ് sin s നെഗറ്റീവ് sin x ഇൻറ്റു ആരെ വെറുതെ എഴുതുക. കഴിഞ്ഞു കേട്ടോ. ലോഗും ചെയ്തു, കോസും ചെയ്തു. ഇനി വൈനെ അവിടെ വെറുതെ എഴുതുക, വേറെ ഒന്നും ചെയ്യാനില്ല. വൈനെ അവിടെ വെറുതെ എഴുതുക.
യെസ്. അപ്പൊ ഇനി നമുക്ക് എന്ത് കാണണം? യു ഡാഷ് ആണ് കാണേണ്ടത്. അപ്പൊ യു ഡാഷ് ഈക്വൽ ടു ഈ യുവിനെ ഇങ്ങോട്ട് ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഈ യുവിനെ ഇപ്പുറത്തേക്ക് ഇട്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ യു ഇൻറ്റു എന്താണ്? ലോഗ് കോസ് എക്സ് ഇൻറ്റു വൈ ഡാഷ് പ്ലസ് അല്ല നോക്കുക, ഇവിടെ എന്ത് വരും? മൈനസ് സൈൻ എക്സ് ബൈ കോസ് എക്സ്. വേണമെങ്കിൽ ടാൻ എന്ന് എഴുതാം, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ കോസ് ചിലപ്പോൾ ഡിവൈഡ് ചെയ്ത് പോകാൻ ഉണ്ടാവുമായിരിക്കും. കോസ് ചിലപ്പോൾ ഡിവൈഡ് ചെയ്ത് പോകാൻ ഉണ്ടാകുമായിരിക്കും, നേരത്തെ പോലെ ഡിവൈഡ് ചെയ്ത് പോകാൻ ഉണ്ടാവും. അപ്പൊ തൽക്കാലം നമുക്ക് മൈനസ് സൈൻ എക്സ്, അല്ലെങ്കിൽ വേണ്ട നിങ്ങൾ ടാൻ എക്സ് എഴുതിക്കോ, തെറ്റൊന്നുമില്ല. എങ്ങനെ എഴുതിയാലും തെറ്റൊന്നുമില്ല. ടാൻ എക്സ് ഇൻറ്റു വൈ എങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. അതൊക്കെ നിങ്ങളുടെ മനോഹരമ. അത് ഇങ്ങനെ എഴുതി. യെസ്. ഇനി യുവിന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ്ടേ? ഇത്രയും എഴുതി കഴിഞ്ഞാൽ യുവിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ്ടേ? യു എന്ന് പറഞ്ഞാൽ കോസ് എക്സ് റേസ് ടു വൈ. യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് എക്സ് റേസ് ടു വൈ. യു ഡാഷ് ഈക്വൽ ടു, ഞാനിവിടെ എഴുതട്ടെ, യുവിന് പകരം കോസ് എക്സ് റേസ് ടു വൈ. എനിക്ക് മടിയാണല്ലോ, അപ്പൊ ഞാൻ പിന്നെ വെറുതെ സമയം കളയണ്ടല്ലോ. ഓക്കെ, യു ഡാഷിന് ഇവിടെ യുവിന്റെ പൊസിഷനിൽ കോസ് എക്സ് റേസ് ടു വൈ. നിങ്ങൾക്ക് ആ സ്റ്റെപ്പ് ഒക്കെ സ്കിപ്പ് ചെയ്യാം. വെറുതെ ഇൻറ്റു യു എന്ന് എഴുതി, പിന്നെ അതിന് കോസ് എക്സ് റേസ് ടു വൈ എന്ന് എഴുതി, പിന്നെ മൾട്ടിപ്ലൈ ചെയ്യാം. എത്ര സമയം അവർ നഷ്ടപ്പെടുത്തണേ? നിങ്ങൾക്ക് ഡയറക്റ്റ് യു എടുത്ത് എഴുതുമ്പോ എന്താണ് യു, അത് അങ്ങനെ തന്നെ എഴുതാം. കോസ് എക്സ് റേസ് ടു വൈ എന്ന് എഴുതാം. എഴുതിക്കൂടെ? ഇനി ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാണ്. ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കോസ് എക്സ് റേസ് ടു വൈ ഇൻറ്റു ലോഗ് കോസ് എക്സ് ഇൻറ്റു വൈ ഡാഷ് മൈനസ് അടുത്ത ടേം എന്ന് പറഞ്ഞാൽ കോസ് എക്സ് റേസ് ടു വൈ ഇൻറ്റു ടാൻ എക്സ് ഇൻറ്റു വൈ. കാരണം ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. നമുക്ക് കാണുന്നത് വൈ ഡാഷാ. വൈ ഡാഷ് ഇതിനകത്ത് കുടുങ്ങി കിടക്കുക. എന്തായാലും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യേണ്ടി വരും. അത് ഇവിടെ തന്നെ ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് കൂടെ ഒരുമിച്ച് ഓപ്പൺ ചെയ്യാൻ നിൽക്കണം. ആകെ വൃത്തികേടാവണം. ഓക്കെ, അപ്പൊ ഇതാണ് ഇക്വേഷൻ നമ്പർ 2. യു ഡാഷ് കിട്ടി. ഇക്വേഷൻ നമ്പർ 2 യു ഡാഷ് കിട്ടി. ഇല്ലേ? കിട്ടി. അടുത്തത് വി ഡാഷ്. വി ഡാഷിന് ആദ്യം വി കാണണം. വി എന്തായിരുന്നു? വി എവിടെയാ? സൈൻ എക്സ് റേസ് ടു എക്സ്. സൈൻ എക്സ് റേസ് ടു എക്സ്. ഓക്കെ, സൈൻ എക്സ് റേസ് ടു എക്സ്. നമ്മൾ അടുത്തതായിട്ട് ആരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു? ആരെ വിളിച്ചു വരുത്തുന്നു? യെസ്, ലോഗിനെ വിളിച്ചു വരുത്തുന്നു. കാരണം ഈ എക്സിന് ഭൂമിയിലേക്ക് ഇറങ്ങണം. അപ്പൊ ലോഗ് വി അപ്ലൈ ചെയ്യുമ്പോൾ രണ്ട് ഭാഗത്തും അപ്ലൈ ചെയ്യണം. ലോഗ് വി ഈക്വൽ ടു ലോഗ് സൈൻ എക്സ് റേസ് ടു എക്സ്. ലോഗ് എന്ത് ചെയ്യുന്നു? എക്സിനെ പിടിച്ച് താഴത്തേക്ക് ഇറക്കുന്നു. അപ്പൊ ഈക്വൽ ടു എക്സ് ഇൻറ്റു ലോഗ് സൈൻ എക്സ്. എക്സ് ഇൻറ്റു ലോഗ് സൈൻ എക്സ്. ഇവിടെ ലോഗ് വി ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഡിഫറൻഷിയേറ്റ് ചെയ്യാം അല്ലെ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? പതിവ് പോലെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1/v ലോഗ് വിയുടെ ഡെറിവേറ്റീവ് 1/v കൂടെ വി ഡാഷ്. ഇതൊക്കെ ഇനി പറയണ്ടല്ലോ. ലോഗിന്റെ ഡെറിവേറ്റീവ് 1/v, വിയുടെ ഡെറിവേറ്റീവ് വി ഡാഷ്. ഇപ്പുറത്ത് എന്ത് റൂൾ അപ്ലൈ ചെയ്യേണ്ടി വരും? എക്സ് ഇൻറ്റു ലോഗ് സൈൻ എക്സ്. എന്ത് റൂൾ അപ്ലൈ ചെയ്യേണ്ടി വരും? യെസ്, പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. അപ്പൊ ആദ്യത്തെ ഫംഗ്ഷൻ എക്സ് ആണ്, രണ്ടാമത്തെ ലോഗ് സൈൻ എക്സ് ആണ്. പറഞ്ഞോ? എക്സിന്റെ ഡെറിവേറ്റീവ് 1 ഇൻറ്റു ആരെ വെറുതെ എഴുതുക? ലോഗ് സൈൻ എക്സിനെ വെറുതെ എഴുതി പ്ലസ് ഇനി ലോഗ് സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് ചെയ്യും. യെസ്, അപ്പൊ ആദ്യം ലോഗിന്റെ ഡെറിവേറ്റീവ്. എന്താ ലോഗിന്റെ ഡെറിവേറ്റീവ് വരിക? ആദ്യം ലോഗിന്റെ ഡെറിവേറ്റീവ് എന്താ വരിക? ലോഗിന്റെ ഡെറിവേറ്റീവ് 1. ലോഗിന്റെ ഡെറിവേറ്റീവ് 1 ഡിവൈഡഡ് ബൈ ലോഗിന്റെ ഉള്ളിലുള്ളത് 1/x അല്ലാട്ടാ, 1 ലോഗിന്റെ ഉള്ളിലുള്ളത്. നിങ്ങൾ ഇനി ചെയിൻ റൂളിൽ യു ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അതിനൊക്കെ എത്തുക. ലോഗിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 1 ലോഗിന്റെ ഉള്ളിലുള്ളത് 1 സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ്. എന്താ സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ്? യെസ്, കോസ് എക്സ്. ഇനി ഇൻറ്റു ആരെ വെറുതെ എഴുതാണ്ട് അവിടെ? എക്സിനോട് വെറുതെ. അത് മറന്നു പോകരുത് കേട്ടോ. ഇക്കണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അത് മറന്നു പോകരുത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ വിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പൊ വി ഡാഷ് ഈക്വൽ ടു വി ഇങ്ങോട്ട് എഴുതുമ്പോ ഇനി വി എന്ന് എഴുതണോ? നമുക്ക് സൈൻ എക്സ് റേസ് ടു എക്സ് എഴുതണോ? വി ഡാഷ് ഈക്വൽ ടു നമുക്ക് ഡയറക്റ്റ് വിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? യെസ്, സൈൻ എഴുതാം. അപ്പൊ വി ഇൻറ്റു ദിസ് വൺ, അതായത് സൈൻ എക്സ് റേസ് ടു എക്സ് ഇൻറ്റു ദിസ് വൺ. 1 ഇൻറ്റു ലോഗ് സൈൻ എക്സ് എന്ന് പറഞ്ഞാല് ലോഗ് സൈൻ എക്സ് ആണ്. പ്ലസ് കോസ് ബൈ സൈൻ. എന്താ മക്കളെ വരിക? കോസ് ബൈ സൈൻ. അയ്യോ, കോട്ടെക്സ്. ഇനി ഇവിടെ എക്സ് ഉണ്ട്, അതിനെ കൂടി എഴുതി. എക്സ് കോട്ടെക്സ്. മക്കളെ ഇതിനുള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമുണ്ടോ?
ആവശ്യമുണ്ടോ? നമ്മുടെ ചോദ്യം y ഡാഷ് കണ്ടുപിടിക്കലാണ്. ശ്രദ്ധിക്കുക, നമ്മുടെ ചോദ്യം y ഡാഷ് കണ്ടുപിടിക്കില്ല. ഇതിനുള്ള വല്ല y ഡാഷ് കുടുങ്ങി കിടക്കണ്ട? ഏതെങ്കിലും y ഡാഷ് കുടുങ്ങി കാണാനുണ്ടോ അതിനുള്ളില്? ഇല്ല, y ഡാഷ് ഇല്ല. അപ്പൊ പിന്നെ വെറുതെ സമയം കളയണ്ട, മൾട്ടിപ്ലൈ ചെയ്ത സമയം ഒന്നും കളയണ്ട. പക്ഷെ ഇവിടെ y ഡാഷ് ഉള്ളിലുണ്ട്, നമ്മൾ എന്തായാലും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ അത് ഇവിടെ തന്നെ ചെയ്തിട്ട് ചെയ്യണം. ആവശ്യം ചെയ്താലും തെറ്റൊന്നുമില്ല, പക്ഷെ വെറുതെ സമയം വേസ്റ്റ് ഓഫ് ടൈം ആണ്. വെറുതെ ടൈം എന്ത് ചെയ്യുക, വേസ്റ്റ് ചെയ്യാന്നുള്ളൂ. അപ്പൊ v ഡാഷ് ഇത്രയും മതി. ഇത് ഇക്വേഷൻ നമ്പർ 3. യു ഡാഷും വി ഡാഷും കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്യാം? യെസ്, യു ഡാഷും വി ഡാഷും കിട്ടിയ സ്ഥിതിക്ക് യെസ് ഇവരെന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. യെസ്, നമുക്ക് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് 2 and 3 in 1, 2 3 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2 3 കൂടിയിട്ട് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും നോക്കാട്ടോ. ഇവിടെ യു ഡാഷ് പ്ലസ് വി ഡാഷ് ഈക്വൽ ടു 0 അവിടെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. യു ഡാഷിന് അവിടെ ഈ സാധനം എഴുതുക. അതായത് നോക്കുക, cos x raised to y into log cos x into y dash minus cos x raised to y into tan x into y. ഇതാണ് യു ഡാഷ്. പ്ലസ് വി ഡാഷ്. വി ഡാഷ് ഈ സംഭവമാണ് sin x whole raised to x into log sin x plus x cot x equal to 0. യു ഡാഷ് പ്ലസ് വി ഡാഷ് ഈക്വൽ ടു 0. നോക്കി മക്കളെ, എത്ര ടേമിൽ y ഡാഷ് ഉണ്ട്? എത്ര ടേമിൽ y ഡാഷ് ഉണ്ട് നോക്കടാ. ഒറ്റ ടേമിൽ മതി. ഈ ഒരൊറ്റ ടേമിൽ മാത്രമേ y ഡാഷ് ഉള്ളൂ. ഒരൊറ്റ ടേമിൽ മാത്രമേ y ഡാഷ് ഉള്ളൂ. അപ്പൊ അയാൾ അവിടെ നിർത്തുക, ബാക്കി എല്ലാവരെയും അപ്പുറത്ത് കൊണ്ടുപോവുക. അതായത് cos x raised to y into log cos x into y ഡാഷ് ഈക്വൽ ടു ഈ രണ്ട് ടേമിന്റെ ഒരു ടേം മൈനസ് അപ്പുറത്തേക്ക് പോകുമ്പോൾ പ്ലസ് ആവും. അപ്പൊ എന്ത് വരുന്നു? cos x raised to y into tan x into y. ഓ, ഈ വൈനെ പിടിച്ച് ഫ്രണ്ടിലേക്ക് എഴുതിക്കോട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? y into tan x എഴുതിക്കോ. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ tan x y എന്നൊക്കെ വായിക്കാൻ തുടങ്ങും കേട്ടാ. ആ y പുറകിലെടുക്കുന്നത് ഭയങ്കര അപകടമാണ്. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ അതിനെ tan x ന്റെ കൂടെ ഒട്ടിപ്പിടിച്ച് വെക്കുക. അതിനെ ആ y-നെ അവിടെ തുന്നി ചേർക്കും നിങ്ങൾ. അപ്പൊ ആ y-നെ പിടിച്ച് ഫ്രണ്ടിലേക്ക് എഴുതിക്കോ. ഓക്കെ, ഇനി ഈ ടേം പ്ലസ് ടേം അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് ആവും. അയ്യോ, മൈനസ് സ്ഥലമില്ല, താഴത്തേക്ക് ഏതാണ്? മൈനസ് sin x raised to x into log sin x പ്ലസ് x cot x. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അല്ലേ പിള്ളേരെ? ആ അതെ. ഇനി എന്ത് ചെയ്താൽ മതി? ഈ y ഡാഷ് കിട്ടാൻ ഈ ടേമിനെ ഡിവൈഡ് ചെയ്താൽ പോരെ? അപ്പുറത്തെ ടേമിനെ അവിടേക്ക് ഡിവൈഡ് ചെയ്താൽ പോരെ? അല്ല, അതിനെ എഴുതി തരണ? അതും എഴുതി തരണ ഞാൻ? അതും എഴുതി തരണോ? y ഡാഷ് ഈക്വൽ ടു ഇപ്പുറത്തെ ടേം ഡിവൈഡഡ് ബൈ cos x raised to y into log cos x. അതാണ് എഴുതുന്നത്. അത് നിങ്ങൾ ചെയ്തോളൂ. ഇനി അപ്പോൾ എഴുതുക y ഡാഷ് ഈക്വൽ ടു ദിസ് ഡിവൈഡഡ് ബൈ ഇപ്പുറത്തുള്ളത്. ഓക്കെ,